നമ്മളില്ലേ രാവിലെ അരിയൊക്കെ വെള്ളത്തിലിട്ട് രാത്രി അത് അരച്ച് വെച്ച് കിടക്കുമ്പോൾ നമുക്ക് മനസ്സൊക്കെ സമാധാനമാണ്. എന്താ വെച്ചാൽ രാവിലെ നമുക്ക് ദോശ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചില്ലേ. എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അരക്കാത്ത ദിവസമാണെങ്കിൽ ഉറക്കെ വരില്ല. രാവിലെ എന്താ ഉണ്ടാക്കുക വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് സ്റ്റോർ റൂം പോയപ്പോൾ കുറച്ച് റവ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് റവയിട്ടൊരു ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ റവയിട്ട് പെർഫെക്റ്റായിട്ട് എങ്ങനെ ഒരു ഉപ്മാവ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉഴുന്നും കുറച്ച് കറിവേപ്പിലയിട്ട് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു വലിയ ഉള്ളിയാണ്, ഒരു വലിയ ഉള്ളിയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായി അരിഞ്ഞതാണ്. അതും കൂടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ്. അതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്തിട്ട് നല്ലൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതൊന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർക്കണം. ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിതാ ചെറുതായി കുനുകുനാന്ന് അരിഞ്ഞ ക്യാരറ്റാണ്. അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉള്ളിയും ക്യാരറ്റും ഒക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ആ ക്യാരറ്റിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്ന സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. അത് നല്ല ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയാലും കുറഞ്ഞു പോയാലൊക്കെ ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് കുറയും. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പാണ് എടുക്കേണ്ടത്. ഇനി വെള്ളത്തിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്ര ഉപ്പ് ആവശ്യമാച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്താൽ ഈ ഉപ്പുമാവിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. പഞ്ചസാര കൂടി പോകരുത്. ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. എന്നിട്ട് ആ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. റോസ്റ്റഡ് റവയാണ്, വറുത്ത റവയാണ്. വാങ്ങിക്കുമ്പോൾ തന്നെ അങ്ങനത്തെ റവയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവിടെ കൊടുത്തിട്ട് വറുത്തിട്ടൊന്നുമില്ല കേട്ടോ. അത് തന്നെയാണ് ഡയറക്റ്റ് ഇട്ട് കൊടുത്തേക്കാണ്. ഇനി ഇത് നല്ല ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അല്ലെങ്കിൽ ഉപ്പുമാവ് കട്ട പിടിച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട്, അടി പിടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4 മിനിറ്റ് മൂടി വയ്ക്കുക. 4 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ഉപ്പുമാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് നല്ല ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയായ ഉപ്പുമാവാണ് കേട്ടോ. ഉപ്പുമാവ് നമ്മൾ ഉണ്ടാക്കുന്നതിൽ വ്യത്യാസം വന്നാൽ ഉപ്പുമാവിൻ്റെ ടേസ്റ്റൊക്കെ പോകും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.